ഹലോ. അപ്പം ഇന്ത്യയുടെ ലാസ്റ്റ് വേൾഡ് കപ്പ് മാച്ചിന് പിന്നാലെ, അതായത് നമ്മുടെ സഞ്ജു കളിപ്പിച്ച് ജയിപ്പിച്ച ഇന്ത്യ വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് മാച്ചിന് പിന്നാലെ കുറച്ച് സ്പെക്കുലേഷൻസ് ഇവിടെ ഓൺലൈനിൽ കൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കൂടെ നടക്കുന്നുണ്ട്. അതായത് സഞ്ജു കാണിച്ച ഒരു സെലിബ്രേഷൻ, അപ്പം അത് കാരണം സഞ്ജുവിന് ICCയുടെ ഒരു അച്ചടക്ക നടപടി നേരിടേണ്ടി വരുമോ? അപ്പം നേരിട്ട് കഴിഞ്ഞാൽ തന്നെ അത് എന്തായിട്ടാണ് വരുന്നത്? ചിലപ്പം ഒരു മാച്ച് ബാൻ ആണോ, ചിലപ്പോൾ 2 മാച്ച് ബാൻ ആണോ, എന്താണെന്നുള്ള രീതിയിൽ ഒരു വൈഡ്ലി സ്പ്രെഡ് സ്പെക്കുലേഷൻ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റി എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ ഇപ്പോൾ ഇവിടെ ക്ലാരിഫൈ ചെയ്തു തരാം. അപ്പം എന്താണ് ഒഫൻസ്, എന്താണ് സഞ്ജു കാണിച്ച ഒഫൻസ്? അപ്പോൾ ICCയുടെ റൂളിൽ ക്ലിയർ ആയിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മാച്ച് എക്യുപ്മെന്റ്സ് അതുപോലുള്ള സാധനങ്ങളോട് ഡിസ്റെസ്പെക്ട് കാണിച്ചു കഴിഞ്ഞാൽ ലെവൽ 1 അല്ലെങ്കിൽ ലെവൽ 2 വരെയുള്ള ഒരു അച്ചടക്ക നടപടിയിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ് പറയുന്നത്. അപ്പം മാച്ച് എക്യുപ്മെന്റ്സ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാറ്റ്, ഹെൽമെറ്റ് അതുപോലുള്ള സാധനങ്ങൾ. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? സഞ്ജു ലാസ്റ്റ് ആ സെലിബ്രേഷൻ്റെ സമയത്ത് ആ ഹെൽമെറ്റ് ജസ്റ്റ് ഇങ്ങനെ വലിച്ചെറിയുക അല്ലെങ്കിൽ അങ്ങോട്ട് മാറ്റി ഇവിടെ നമ്മൾ കണ്ടു. അപ്പം സഞ്ജു അത് ഓൾറെഡി ക്ലാരിഫൈ ചെയ്തിരുന്നു. മാച്ചിന് ശേഷം പുള്ളിക്ക് ആ മൊമെന്റ് സ്പെഷ്യലാണ്, അതൊരു പേഴ്സണൽ സെലിബ്രേഷനാണ് ചെയ്തതെന്നുള്ള രീതിയിൽ. പക്ഷേ ആ ഹെൽമെറ്റ് പുള്ളി അത് ത്രോ ചെയ്തത് എന്നുള്ള രീതിയിൽ ഒരു വാദം വരികയും, അപ്പം അങ്ങനെ വരുമ്പം അത് ICCക്ക് മുന്നിലേക്ക് ഒരു അപ്പീലായിട്ട് ചിലപ്പോൾ ചെല്ലാൻ ചാൻസ് ഉണ്ടാവുകയും, അങ്ങനെ അത് പരിശോധിച്ച് അത് ഇന്റൻഷ്യലി അല്ലെങ്കിൽ അതൊരു ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ബിഹേവിയർ എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കെട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ 50% മാച്ച് ഫീ പ്ലസ് 1 ഡീമെറിറ്റ് പോയിന്റ്, അങ്ങനെയുള്ള സംഭവം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 2 ഡീമെറിറ്റ് പോയിന്റ്, ചിലപ്പോൾ അങ്ങനെ ഒരു ലെവലിൽ നിൽക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ലെവൽ 2 ആയിട്ടാണ് ഇത് മാറുന്നതെന്നുണ്ടെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി പുള്ളിക്ക് 1 അല്ലെങ്കിൽ 2 മാച്ച് ബാൻ വേണ്ടി വരും. അപ്പം ഇതിനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഈ വേൾഡ് കപ്പിൽ തന്നെ ഒരു പ്ലെയർ ടീം ഞാൻ മറന്നുപോയി, പുള്ളി ഔട്ടായി കഴിഞ്ഞ ശേഷം ഹെൽമെറ്റ് വലിച്ചെറിയുകയും അങ്ങനെ അത് തന്നെ ഒരു ലെവൽ 1ലേക്കാണ് ഇത് ICC തീരുമാനിച്ചത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പുള്ളിയുടെ 50% മാച്ച് ഫീ അവിടെ കുറഞ്ഞു. പിന്നെ ഡീമെറിറ്റ് പോയിന്റും പുള്ളിക്ക് വന്നു. പിന്നെ വേറെ ഉദാഹരണം പറയുന്നത് നമ്മുടെ വുമൻസ് ടീമിന്റെ ക്യാപ്റ്റൻ ഹർമീത് കൗർ, പുള്ളിക്കാരിയും നേരത്തെ ഇതുപോലൊരു ഒഫൻസിലേക്ക് വന്നിരുന്നു. പക്ഷേ അന്നത് ലെവൽ 2 ആയിട്ടാണ് ഐഡന്റിഫൈ ചെയ്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽമെറ്റിന് എക്യുപ്മെന്റിനോട് ഡിസ്റെസ്പെക്ട്ഫുൾ തെളിയുകയും ചെയ്തായിരുന്നു. അതുകൂടാണ്ട് തന്നെ അമ്പയറുടെ പബ്ലിക് ക്രിറ്റിസൈസേഷനും വന്നിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അത് ലെവൽ 2ലേക്ക് കൺവേർട്ട് ആയി. അപ്പം നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ടതായിട്ടുള്ള ഒന്നും കാണുന്നില്ല. മാക്സിമം ഒരു 50% മാച്ച് ഫീ അല്ലെങ്കിൽ ലെവൽ 1 ഡീമെറിറ്റ് 1 or 2 പോയിന്റ്സ് ആണ് ഞാൻ കാണുന്നത്. ലെവൽ 2ലേക്ക് പോകാനുള്ള ഒരു ചാൻസസ് വളരെ വിരളമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് മാച്ചിന് മുന്നേ പുള്ളിക്ക് ഒരു ബാനോ അങ്ങനെ ഒരു എന്താ പറയുന്നത് സർപ്രൈസ് ആയിട്ടുള്ള ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വൈഡ്ലി സ്പ്രെഡ് ആയിട്ട് വരുന്ന സോഷ്യൽ മീഡിയ സ്പെക്കുലേഷൻസ് അല്ലെങ്കിൽ ന്യൂസിൽ വരുന്നത് നമുക്ക് തൽക്കാലം ഇഗ്നോർ ചെയ്യാം. എന്തായാലും നമുക്ക് അടുത്ത സെമി കാത്തിരുന്ന് കാണാം.